ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LM Think. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റിവിഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ റിവിഷൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മുതൽ ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, ദ nth term of an arithmetic sequence is 4n plus 1. Write the common difference of the sequence. Write the first term of the sequence. What's the remainder obtained when the terms of the sequence is divided by 4? ഇത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. 3 പാർട്ടുണ്ട്, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെ ആൻസർ കണ്ടെത്താം എന്ന് നോക്കാം. ഓക്കെ, ഇത് ഈ ചോദ്യം മലയാളത്തിൽ കൂടി പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. എന്താണ്? അരിത്തമെറ്റിക് സമാന്തര ശ്രേണിയുടെ n-ാം പദം 4n + 1 ആയാൽ പൊതുവ്യത്യാസം എത്ര, 1-ാം പദം എത്ര, പിന്നെ മൂന്നാമത്തെ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് റിമൈൻഡർ ഒബ്റ്റെയിൻ വെൻ ദ ടേംസ്. ഈ ശ്രേണിയിലെ ഓരോ പദങ്ങളെയും 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരും, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ ആൻസർ കണ്ടെത്താം. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? അപ്പം n-ാം പദമാണ് തന്നിരിക്കുന്നത്. xn എന്നും an എന്നും എഴുതാം. 4n + 1. n-ന് 1 കൊടുത്താൽ 1-ാം പദം കിട്ടും. 4 × 1 4 + 1 5. n-ന് 2 കൊടുത്താൽ 2-ാം പദം കിട്ടും. 4 × 2 8 8 + 1 9. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 9 - 5 = 4. ഇത്രയും കണ്ടുപിടിക്കുന്നതിലും എളുപ്പം നോക്കിക്കേ, ഈ 4 അല്ലേ നോക്കിക്കേ. അതായത് എളുപ്പത്തിൽ ആൻസർ എഴുതാനുള്ള മാർഗം എന്ന് പറയുന്ന n-നോടൊപ്പം ഉള്ള കോഎഫിഷ്യന്റ് ആണ് കോമൺ ഡിഫറൻസ്. ഒരു വ്യത്യാസവും ഇല്ല, n-നോടൊപ്പം ഉള്ള കോഎഫിഷ്യന്റ് ആണ് എന്താണ് പൊതുവ്യത്യാസം. മനസ്സിലായല്ലോ? ഒന്നാമത്തെ ആൻസർ ആണ് 4. ഇനി രണ്ടാമത്തെ ആൻസർ, വാട്ട് ഇസ് ദ ഫസ്റ്റ് ടേം? നമ്മളിവിടെ കണ്ടുപിടിച്ച് 4 1 5 എന്ന് കിട്ടി. പക്ഷെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എളുപ്പത്തിൽ കാണാം. 4 1 5, അതങ്ങ് കൂട്ടിയാൽ മതി. പിന്നെ മൂന്നാമത്തത്, വാട്ട്സ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ ഈച്ച് ടേം ഓഫ് ദ സീക്വൻസ് ഇസ് ഡിവൈഡഡ് ബൈ. ഓരോ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്താ? അത് 5-നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? ശിഷ്ടം 1. 9-നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? ശിഷ്ടം 1. പക്ഷെ അതിലും എളുപ്പം എഴുതാണ്ട് ഇത് തന്നെയാണ് ശിഷ്ടം. 4n എന്ന് പറയുന്ന n-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഇവിടെ വരുന്നത്, ഗുണിതങ്ങൾ. അത് കഴിഞ്ഞ് ശിഷ്ടം 1, അതാണ് +1 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു 3 മാർക്കിന്റെ ഒരു ചോദ്യം കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ആൻസർ പറയാം. കോമൺ ഡിഫറൻസ് 4, ഫസ്റ്റ് ടേം 4 1 5, റിമൈൻഡർ 1 തന്നെ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. 8 14 20. ഓക്കെ, 8 14 20. ഇതിൻ്റെ അകത്ത് കോമൺ ഡിഫറൻസ് എത്ര? പൊതുവ്യത്യാസം 14 8 പോയാൽ 6 അല്ലേ? നോക്കിക്കേ, ഓരോ ടേമിനെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു നോക്കിക്കേ. 1 6 റിമൈൻഡർ 2. 14 6 2 12 റിമൈൻഡർ 2. അതുപോലെ 25-നെ ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. 25/6 6 4 24 റിമൈൻഡർ 1. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം 25 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഇനി 144, അതുപോലെ 144-ഉം ചെയ്ത് നോക്കിക്കേ. 6 6 2 12 റിമൈൻഡർ 2. 24 6 4 24 റിമൈൻഡർ 0. 144 not a term. 144 is not a term of this sequence. അപ്പോൾ അടുത്ത എന്താണ് പറയുന്നത്? നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ ദിസ് സീക്വൻസ്. ഇതിൻ്റെ അകത്ത് പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും ഇല്ല എന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തെളിയിക്കുക? ഇതിൻ്റെ അകത്ത് ഈ പോകുന്ന സീക്വൻസ്, ഈ സമാന്തര ശ്രേണിയിൽ പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും ഇല്ല എന്ന് തെളിയിക്കണം. നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 4. ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? 4 9
16, 25 അങ്ങനെ പോകും അല്ലേ. 25 ഈസ് നോട്ട് എ ടേം. നോക്കിക്കേ, 25 ഈസ് നോട്ട് എ ടേം നമ്മൾ കണ്ടുപിടിച്ച്. 4 പറഞ്ഞോ 9 16 ഇങ്ങനെ പോകും. 4നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരും? 9നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരുന്നത്? 16നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരുന്നത്? അപ്പം there are no perfect squares in this sequence. There are third part in the answer. There are no perfect squares in this sequence. എന്താണ് കാരണം? എന്താണ്? When you divide the terms of the sequence by the common difference 6, remainder is 2. When you divide the perfect squares by 6, we won't get the remainder 2. Okay? ഇനി മൂന്നാമത്തെ ചോദ്യം. The third term of an arithmetic sequence is 26 and its eighth term is 86. Find the common difference. What is its first term? Write the algebraic form of the sequence. Find the sum of 15 terms. ചോദ്യം മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഇതിൻ്റെ മലയാളം കൂടി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാം പദം 26ഉം എട്ടാം പദം 61ഉം ആയാൽ പൊതുവ്യത്യാസം എത്ര? ഒന്നാം പദം എത്ര? അതിൻ്റെ എന്താണ് ബീജഗണിത രൂപം, ആ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഈ ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണുക. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന എന്താന്ന് വെച്ചാൽ എഴുതാം. ഇതൊക്കെ തന്നിട്ടുണ്ട്. തേർഡ് ടേം അപ്പം x3 എന്നും a3 എന്നും എഴുതാം. ഞാൻ നേരത്തെ എല്ലാം ചോദ്യങ്ങളിൽ a ഉപയോഗിച്ചുകൊണ്ട് a തന്നെ എഴുതുകയാണ്. പണ്ടൊക്കെ a എഴുതുമായിരുന്നു. അപ്പോൾ എയും എഴുതാം എക്സും എഴുതാം. എങ്കിൽ ഞാൻ ഇവിടെ x എഴുതുന്നു. x3 ഈക്വൽസ് എത്ര? 26. x8 ഈക്വൽസ് 61. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പ വഴിയുണ്ട്. പൊതുവ്യത്യാസം എങ്ങനെയാ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, അതായത് ഇവിടെ ടേംസ് ഏതൊക്കെയാണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് എട്ടാമത്തെ പദം 61ഉം മൂന്നാം പദം 26. 61 മൈനസ് 26 ബൈ 8 മൈനസ് 3. 61 26 പോയ എത്ര കിട്ടും? 35. പുറത്തോട്ട് ഏതാ? 35 by 5 equals 7. കോമൺ ഡിഫറൻസ് 7 എന്ന് കിട്ടി. അപ്പൊ ഒന്നാമത്തെ ആൻസർ എന്താണ്? A. ആൻസർ 7. ഇനി വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? അപ്പോൾ ഫസ്റ്റ് ടേമിന് നമ്മൾ എന്ത് ചെയ്താൽ മതിയാകും? ഇവിടെ നോക്കിക്കേ, തേർഡ് ടേം തന്നിട്ടുണ്ടല്ലേ. തേർഡ് ടേമിൽ നിന്ന് 2 times കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. തേർഡ് ടേം ഫസ്റ്റ് ടേം അല്ലേ ചോദിച്ചിരിക്കുന്നത്. x1 ഈക്വൽസ് x3 മൈനസ് 2 times കോമൺ ഡിഫറൻസ്. ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട് വഴി കൂടെ നമുക്ക് പോകണം, എന്നാലേ സമയം ലാഭിക്കാൻ പറ്റൂ. എളുപ്പത്തിൽ ചെയ്യണ്ടേ? x3 നമുക്കറിയാം 26 മൈനസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് 7. 26 മൈനസ് 14 ഈക്വൽസ് 12. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പദം കിട്ടിയ ഫോം xn ഈക്വൽസ് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എക്ക് വരെ എഫ് ഉപയോഗിക്കാം. ഇപ്പം എഫ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ടെക്സ്റ്റിലൊക്കെ എഫ് ഫസ്റ്റ് ടേം, എഫ് പ്ലസ് എൻ ഡി മൈനസ് ഡി അങ്ങനെയും എഴുതാം. ഈക്വൽസ് ആകെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. എയോ എഫോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഫസ്റ്റ് ടേം നമുക്ക് എത്ര കിട്ടി?
ഫസ്റ്റ് ടേം എത്രയായിരുന്നു കിട്ടിയത്? 12 എന്ന് കിട്ടി അല്ലേ? 12 പ്ലസ് n ഇൻറ്റു d7 മൈനസ് 7, അതായത് 12 പ്ലസ് 7n മൈനസ് 5 ഈക്വൽ 7n പ്ലസ് d7 അല്ലേ? 12 minus 7 is here 7. 12 minus 7 is 5. 7n plus 5. ഓക്കെ, xn കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? അപ്പോൾ നമുക്ക് ഡി പാർട്ട് കാണാം. അതായത് സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. സം ഓഫ് 15 ടേംസ് കാണാൻ എന്ത് ചെയ്താൽ മതി? സം ഓഫ് n ടേംസ് കാണാൻ എന്ത് ചെയ്താൽ മതി? n ഇൻറ്റു മിഡിൽ ടേം. n ഇൻറ്റു മിഡിൽ ടേം. ഇവിടെ 15th ടേം ആയതുകൊണ്ട് സം ഓഫ് 15 ടേംസ് ആയതുകൊണ്ട് 15 ഇൻറ്റു ഇവിടെ മിഡിൽ ടേം 1 മുതൽ 15 വരെയാണ് അല്ലേ? ഇതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് എത്രയാ? 15 1 16ന്റെ പകുതി 8. x8 ആയിരിക്കും മിഡിൽ ടേം എന്ന് പറയുന്നത്. അപ്പം 15 ഇൻറ്റു x8 തന്നിട്ടുണ്ടല്ലേ? എത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത്? x8 എത്രയാ? 61. x8 ആണ് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 61. x8 തന്നിട്ടുണ്ട്, നമുക്ക് 61 എന്ന് തന്നിട്ടുണ്ട്. 15 ഇൻറ്റു 61 ഈക്വൽ 915. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, അടുത്ത ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ.